read this question. Assuming the switch initially has been open for a really long time. എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ സ്വിച്ച് ഓപ്പൺ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഡയറക്ഷൻ നോക്കി, ടി ഈക്വൽ ടു 0 ആകുമ്പോൾ സ്വിച്ച് ക്ലോസ് ആവുക, അത് ഇങ്ങോട്ടാ വരുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു 0 മൈനസിൽ സ്വിച്ച് ഓപ്പൺ ആയിരുന്നു, ടി ഈക്വൽ ടു 0 സ്വിച്ച് ക്ലോസ് ആയി. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ IW ഇൻ ദ സർക്യൂട്ട്. നമ്മൾ ഇതൊരു IL അല്ലേ കണ്ടുപിടിച്ചേ, ഇവിടെ ഒരു IW ഉണ്ടെന്ന് മാത്രം. നമ്മളോട് IW എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. 4t equal to 0 t is equal to 1.3 നാനോ സെക്കൻഡിലും. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അത് ചോദിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇത് ചെയ്ത പോലെ IL of t കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് t equal to 0 മൈനസിൽ നമുക്ക് ഈ സർക്യൂട്ട് വരയ്ക്കാം. t equal to നമുക്കിപ്പോ IW ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. t equal to 0 മൈനസിൽ സർക്യൂട്ട് എന്താണ്, സ്വിച്ച് എന്തായിരുന്നു, ഇറ്റ് ഹാസ് ബീൻ ഓപ്പൺ ഫോർ എ ലോങ് ടൈം അല്ലേ, സ്വിച്ച് ഓപ്പൺ ആണ്. അപ്പൊ IW ഒന്നും ഇല്ല. 1.5 വോൾട്ട്, 5 കിലോ ഓം ഓപ്പൺ, 10 കിലോ ഓം ഉണ്ട്. ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒരു ഇൻഡക്ടർ ഇവിടെ ഉണ്ടായിരിക്കണം അല്ലെ, ഇത് നോക്കണ്ട. അപ്പൊ ഇൻഡക്ടർ ഇങ്ങനെ കുറെ ഇപ്പോ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഫ്രം എ റിയലി ലോങ് ടൈം ഇങ്ങനെയാണ്. അപ്പൊ t equal to 0 മൈനസ് ആവുമ്പോഴേക്കും ഇൻഡക്ടർ എന്തായിരിക്കണം, ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ IL of 0 മൈനസ് ആക്കാം. അപ്പൊ IL of 0 മൈനസ് എന്തായിരിക്കും, എത്ര റെസിസ്റ്റൻസ് ഉള്ളത്, 5 കിലോ ഓമിനും 10 കിലോ ഓമും സീരീസ് ആണ്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് 1.5 ഡിവൈഡഡ് ബൈ 15 കിലോ ഓം. അപ്പോ ഇത് 0.1 മില്ലി ആംപിയർ ആയിരിക്കും. 0.1 മില്ലി ആംപിയർ ആയിരിക്കും. ഓക്കെ, അത് തന്നെയായിരിക്കും IL of 0 പ്ലസ്, ബിക്കോസ് ഇത് ട്രാൻസിയൻസ് ആണ്, ക്വസ്റ്റ്യൻ ട്രാൻസിയൻസ് ആണ്. ട്രാൻസിയൻസിൽ ഇൻഡക്ടറിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ അക്രോസ് നോക്കുമ്പോൾ ഇൻഡക്ടറിന്റെ അക്രോസിൽ ഇനിഷ്യൽ കറണ്ട് തന്നെയായിരിക്കും 0 പ്ലസിലുള്ള കറണ്ട്. അപ്പൊ t equal to 0 പ്ലസിൽ അല്ലെങ്കിൽ 0 പ്ലസിൽ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. 0 പ്ലസ് ആയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു, ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്, ഈ സ്വിച്ച് അവിടെ കണ്ടോ, 5 കിലോ ഓം ദാ t equal to 0 സ്വിച്ച് അവിടെ ക്ലോസ് ആയി, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ. IW 0 പ്ലസ്, ഇവിടെ എന്താ ഉള്ളത്, ഒരു 10 കിലോ ഓം റെസിസ്റ്റൻസ് സീരീസ്, 20 ഹെൻറി, ഇങ്ങനെ. ടൈം t equal to 0 പ്ലസ് ആണ്. ഇവിടെ ഗ്രൗണ്ട് ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്. ഇവിടെ ഗ്രൗണ്ട് ആണെങ്കിൽ നേരെ ഇവിടെ ഗ്രൗണ്ട് ആയിരിക്കില്ലേ, ആയിരിക്കുമല്ലോ. ഓക്കെ, വാട്ട് എവർ. IL of 0 പ്ലസ് എന്തായിരിക്കും, ഇത് കൂടെ പോകുന്ന കറണ്ട് IL of 0 പ്ലസ് എന്തായിരിക്കും, എന്ത് തന്നെ സംഭവിച്ചാലും സർക്യൂട്ടിൽ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാണെങ്കിലും എന്ത് ഭൂകമ്പം ഉണ്ടായാലും IL of 0 മൈനസ് IL of 0 പ്ലസ് ആയിരിക്കും, 0.1 മില്ലി ആംപിയർ ആയിരിക്കും. അപ്പൊ t equal to 0 പ്ലസിൽ സർക്യൂട്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും IL of 0 പ്ലസ് എന്ന് പറയുന്നത് 0.1 മില്ലി. അപ്പൊ 0.1 മില്ലി ആംപിയർ ഇത് കൂടെ നിർബന്ധമായിട്ട് ഫ്ലോ ചെയ്യും. നമ്മളോട് IW of 0 പ്ലസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. at t equal to 0 വാട്ട് എവർ, 0 പ്ലസ് 0, ഇതിപ്പോ t equal to 0 ആണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. IL of 0 മൈനസ് തന്നെയാണ് IL of 0 പ്ലസ്, അത് തന്നെയാണ് IL of 0. അതുകൊണ്ട് ഇതിപ്പോ ഈ 0 പ്ലസിലെ സർക്യൂട്ട് തന്നെ ആയിരിക്കും 0 സർക്യൂട്ട്, വാട്ട് എവർ. ഈ കറണ്ട് എത്രയായിരിക്കും, 1.5 മൈനസ് 0 ബൈ 5K, 1.5 മൈനസ് 0 ബൈ 5K അല്ലേ. 1.5 മൈനസ് 0 ബൈ 5 എത്രയാ, കാൽക്കുലേറ്ററിൽ എടുത്ത് നോക്കിയേ. അത് മാറരുത്, മില്ലി ആംപിയറിൽ. നമുക്കിപ്പോ ഇതെല്ലാം മില്ലി ആംപിയറിലല്ലേ കിട്ടിയത്. അപ്പൊ നമുക്ക് അത് വരുന്നത് 1.5 ഡിവൈഡഡ് ബൈ 5, 0.3 മില്ലി ആംപിയർ ആണ്. ഇനി പറ,
IW of 0 പ്ലസ് എത്രയായിരിക്കും? ഈ ഒരു t equal to 0 പ്ലസിൽ അല്ലെങ്കിൽ t equal to 0-ല് 0.3 മില്ലി ആംപിയർ ഇവിടെ വരെ വരുന്നു. 0.1 മില്ലി ആംപിയർ ഇൻഡക്ടർ കൂടെ പോയി. അപ്പൊ IW of 0 പ്ലസ് ബാക്കി വരുന്ന കറണ്ട് അല്ലേ ആ ഒരു, ശരിക്കും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണല്ലോ, അപ്പൊ എല്ലാ കറണ്ടും ഇത് കൂടെ ഫ്ലോ ചെയ്യണമല്ലോ. ശരിയാണ്, ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ്, എല്ലാ കറണ്ടും ഇത് കൂടെ ഫ്ലോ ചെയ്യണം. ഇവിടെ റെസിസ്റ്റൻസോ ഇൻഡക്ടറോ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ അതൊന്നും റെലവെന്റ് അല്ല എന്നൊക്കെ ശരിയാണ്. പക്ഷെ t equal to 0 പ്ലസ് ആണ്, സമയം t equal to 0 പ്ലസ് ആണ്. ഇവിടെ എന്തൊരു സംഭവിച്ചാലും ഇൻഡക്ടറിന്റെ അക്രോസിൽ കറണ്ട് എന്ന് പറയുന്നത് മുൻപ് അതിന് IL of 0 മൈനസിൽ ഉണ്ടാകുന്ന കറണ്ടാ. അപ്പൊ 0.1 മില്ലി ആംപിയർ മസ്റ്റ് ആയിട്ടും ഇത് കൂടെ ഫ്ലോ ചെയ്യും. 0.3 മില്ലി ആംപിയർ ഇത് കൂടെ നമുക്ക് സർക്യൂട്ട് ലോ വെച്ച് കിട്ടുന്നത്. അപ്പൊ IW of 0 പ്ലസ് എത്രയായിരിക്കും? 0.3 മില്ലി ആംപിയറിന്ന് 0.1 മില്ലി ആംപിയർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കറണ്ട് അത് 0.2 മില്ലി ആംപിയർ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് t equal to 1.3 നാനോ സെക്കൻഡിലുള്ള IW കണ്ടുപിടിക്കുക. കുഴപ്പമില്ല, IL of t നമുക്ക് കണ്ടുപിടിക്കാലോ. IL of 0 മൈനസ് 0.1 മില്ലി ആംപിയർ ആണ്. അത് തന്നെയാണ് IL of 0 പ്ലസും. IL of ഇൻഫിനിറ്റി നമുക്ക് സർക്യൂട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം, ടോ കണ്ടുപിടിക്കാം, ലാസ്റ്റ് IL of t ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ IW നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, സോ നമ്മുടെ സർക്യൂട്ട് it will be like this. t equal to ഇൻഫിനിറ്റിയിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാവും എന്നുള്ളത്. t is equal to ഇൻഫിനിറ്റിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സർക്യൂട്ട്? ഇവിടെ ഒരു 1.5 വോൾട്ട് ഉണ്ട്, ഇവിടെ 5 കിലോ ഓം റെസിസ്റ്റൻസ്, ഇവിടെ സ്വിച്ച് ക്ലോസ് ആയി. സ്വിച്ച് ക്ലോസ് ആയിട്ട് ഇവിടെ 10 കിലോ ഓം റെസിസ്റ്റർ ഉണ്ട്. ഇൻഡക്ടർ എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. ഇൻഡക്ടർ ഷോർട്ട് ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ഇൻഫിനിറ്റിയിൽ. ഇതായിരിക്കും ഇൻഡക്ടറിനെ ക്രോസ് ഉള്ള, ഇങ്ങനെയായിരിക്കും. t equal to ഇൻഫിനിറ്റിയിൽ സർക്യൂട്ട് ഇങ്ങനെയാവും. t equal to 0 മൈനസിലെ പോലത്തെ നിർബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇൻഡക്ടർ ഷോർട്ട് ആവുന്നു മാത്രം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ ശരിയായിരിക്കും. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ട് എന്ത് തന്നെ വന്നാലും അത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഈ 1.5 വോൾട്ട് സോഴ്സ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോഴ്സ് 1.5 വോൾട്ട് മാത്രമല്ലേ ഉള്ളൂ. ആ കറണ്ട് ഇങ്ങനെ വരും. ഇവിടെ വരെ എത്തുമ്പോൾ ആ കറണ്ട് രണ്ട് പാത്ത് കാണും. അപ്പൊ ഒന്ന് ഷോർട്ട് സർക്യൂട്ടാ, ഒട്ടും റെസിസ്റ്റൻസ് ഇല്ല. മറ്റേ സർക്യൂട്ടിൽ ഒരു 10 കിലോ ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻഡക്ടർ ഉണ്ടോ എന്തോ, അതൊക്കെ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയി പോയി. അപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന കറണ്ട് എന്താ വിചാരിക്കുക? റെസിസ്റ്റൻസ് ഉള്ള പാത്ത് കൂടെ പോവോ, സീറോ റെസിസ്റ്റൻസ് ഉള്ള പാത്ത് കൂടെ പോവോ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തടസ്സമാണ്. സീറോ റെസിസ്റ്റൻസ് പറഞ്ഞാൽ സീറോ തടസ്സം. അപ്പൊ എല്ലാ കറണ്ടും ഇത് കൂടെ ഫ്ലോ ചെയ്യും. IL of ഇൻഫിനിറ്റി കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. അപ്പൊ IL of ഇൻഫിനിറ്റി എത്രയാണ്? ഇങ്ങനെ ഒരു സോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന പ്രത്യേക സാഹചര്യത്തിൽ IL of ഇൻഫിനിറ്റി, അതായത് ഇൻഡക്ടർ ഷോർട്ടായി ഇൻഡക്ടറിനെ അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യില്ല. ബിക്കോസ് ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ IL of ഇൻഫിനിറ്റി എന്താണ്? IL of ഇൻഫിനിറ്റി 0 ആണ്. IL of ഇൻഫിനിറ്റി 0 ആണ്. IL of ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വരും, 0 വോൾട്ട് വരും, 0 വോൾട്ട് വരും. 1.5 മൈനസ് 0 ബൈ 0.3 മില്ലി ആംപിയർ ഇല്ലേ? ഈ 0.3 മില്ലി ആംപിയർ മുഴുവൻ ഈ IW കൂടെ ഫ്ലോ ചെയ്യും. അത് 0.3 മില്ലി ആംപിയർ ആവും. ഓക്കെ, ശരി. ഇനി ടോ കണ്ടുപിടിക്കണം അല്ലേ? ടോ എന്താണ്? L equivalent by R, സോറി, L equivalent by R, ലൈക്ക് L by R അല്ലേ? L ഇവിടെ പറയുന്നത് എത്രയാണ് ഹെൻറീസിൽ L ഉണ്ടായിരുന്നത്? ഇറ്റ് വാസ് 20 മൈക്രോ ഹെൻറി. R നോക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കും? നമ്മുടെ ടോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് എങ്ങനെയാണ്? t ഗ്രേറ്റർ ദാൻ 0 ഉള്ള സർക്യൂട്ടാണ്. 1.5 വോൾട്ട് ഷോർട്ട് ആവും. ഇവിടെ ഒരു 5 കിലോ ഓം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു
ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, ഇങ്ങനെയാണ് അല്ലെ, 10 കിലോ ഓം ഉണ്ട്, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടായിരുന്നു, ആ ഇൻഡക്ടർ ആണ് L. പക്ഷെ R ഇങ്ങനെ ഇരിക്കും. ഓക്കെ, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നോക്ക്, ഒരു ഷോർട്ട് സർക്യൂട്ടും ഒരു 5 കിലോ ഓമും പാരലൽ ആണ്. ഒരു 5 കിലോ ഓമിന് പാരലായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് 5 കിലോ ഓം. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല ഇവിടെ. അപ്പൊ നമ്മുടെ R ഇക്വലന്റ് എന്തായിരിക്കും? R ഇക്വലന്റ് 10 കിലോ ഓം ആയിരിക്കും. ബിക്കോസ് ആ 5 കിലോ ഓം ഇല്ല. ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ട് എന്ത് സാധനം റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് റിഡൻഡന്റ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ R ഇക്വലന്റ് ജസ്റ്റ് 10 കിലോ ഓം ആയിരിക്കും. അപ്പൊ ഇവിടെ 10 into 10⁻³ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് IL of t എന്താണ്? IL of infinity പ്ലസ് IL of 0 എന്തായിരുന്നു? 0.1 e⁻t/τ. ഈ സാധനം ഇത് എത്രയാ? 20 into 10⁻⁻6 by 10⁻⁴. 20 into 10⁻⁻6 into 10⁻⁻⁴. 20 into 10⁻⁻10. 22 into 10⁻⁻1 into 10⁻⁻10. 2 into 10⁻⁻9. 2 നാനോസെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന IW at എത്ര ചോദിച്ചേ? T is equal to 1.3 നാനോസെക്കൻഡ് അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് IL of T is equal to 1.3 നാനോസെക്കൻഡ് എത്രയാ? 0.1 (1.3 നാനോസെക്കൻഡ് by 2 നാനോസെക്കൻഡ്) 0.1 ((-0.65) അതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏകദേശം ഒരു 0.0522 മില്ലിയാംപിയർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് t>0 സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇതാണിത്, അത് മാത്രമാണ്. ശരിക്കും നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? t = ഇൻഫിനിറ്റിയിൽ ഇങ്ങനെയാണ്. t>0 എന്തായാലും ഇവിടെ t = ഇൻഫിനിറ്റി ആയാലും t = 0 ആയാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്തായാലും 0.3 മില്ലിയാംപിയർ ആണ്. അപ്പൊ IW of t എന്താണ്? എന്തായിരിക്കും IW of t? കാരണം നമ്മുടെ സർക്യൂട്ട് ആക്ച്വലി t = ഇൻഫിനിറ്റിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് റീവിസിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് t = ഇൻഫിനിറ്റിയിൽ ഇവിടെ ഷോർട്ട് ആണെന്നുള്ളത്. അപ്പൊ t = ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ് ഏതൊരു സമയത്താണെങ്കിലും. അപ്പൊ IW of t എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും, പിന്നെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് t = 0 മുതൽ ഇവിടെ 0 വോൾട്ടാ. അപ്പൊ ഈ കറണ്ട് എപ്പോഴും 0.3 മില്ലിയാംപിയർ ആയിരിക്കും. കാരണം t = 0 സ്വിച്ച് ക്ലോസ് ആവുന്നത് മുതൽ t = ഇൻഫിനിറ്റി വരെ ഇവിടെ 0 വോൾട്ടാ. അപ്പൊ ഇവിടെ 1.5 - 0/5 കിലോമീറ്റർ 0.3 മില്ലിയാംപിയർ ആണ്. പിന്നെ കറണ്ട് ഈ IL of infinity ആ മാറുന്നത്. അപ്പൊ IW of t എന്ന് പറയുന്നത് എന്താണ്? 0.3 മൈനസ് IL of t at t is equal to 1.3 നാനോസെക്കൻഡ് ആണ്. ഇവിടെ IW of t at 1.3 നാനോസെക്കൻഡ്, അത് 0.3 മൈനസ് 0.0522 ഏകദേശം ഒരു എത്ര കിട്ടും? ഒരു 0.247 0.247 മില്ലിയാംപിയർ ആ കിട്ടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെ വേണം ട്രാൻസിയൻസിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. തെറ്റാതെ ഓരോ കണ്ടീഷനും ഷോർട്ട് സർക്യൂട്ട് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരരുത്. സ്റ്റിക്ക് വിത്ത് ബേസിക്സിലോട്ട് സ്റ്റിക്ക് ചെയ്താൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടും.